സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വണ്ടി ഉണ്ടാവും. 5 രൂപക്ക് കൊടുക്കാം. 5 രൂപക്ക് ഫൈനൽ ചോദിക്കുന്ന വണ്ടികളാണ്. വണ്ടി വന്ന് നമുക്ക് ഇഷ്ടപ്പെടാൻ കൊടുക്കാം. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 കിടിലം ഫോർച്യൂണർ നമുക്ക് ഉണ്ടാവും. 5.5 രൂപ ചോദിക്കാം. അതിൽ താഴത്ത് കുറച്ച് കൊടുക്കും മാക്സിമം. അപ്പൊ 5 ലക്ഷം രൂപക്ക് നല്ലൊരു നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ ആക്കിയിട്ട് 5 ലക്ഷം രൂപക്ക് ഇനിയിപ്പോ അതിലും താഴെ കുറച്ച് കൊടുക്കാം വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് 5.5 നമ്മൾ നമ്പർ ആയിട്ട് ചോദിക്കുന്നത് ഈ ക്ലാസ് അതിനാണ്. ഇത് നമുക്ക് വീണ്ടും മാക്സിമം നമ്മൾ കുറച്ച് തരാന്നുള്ളതാണല്ലേ. അത് ലോൺ 1.5 ലക്ഷം റുപ്യ എന്തായാലും നമ്മൾ വണ്ടി ഇറക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടി എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്കില് കേൾട്ടണില് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിഡ്ലം വണ്ടി. 2 വീലാണോ 4 വീലാണോ വരുന്നത്? 4 വീൽ ഓട്ടോമാറ്റിക്. അതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി. ചെറിയ ചെറിയ പൈസക്ക് ഫോർച്യൂണർ ഇന്നോവ ഒക്കെ നോക്കുന്നവര് വേറെ എവിടെയും പോകണ്ട, നേരെ നമ്മൾ MKLക്ക് പോയി. ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിരയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അടിപൊളി കളക്ഷൻസ് കാര്യങ്ങൾ ഇതാകണു. നമുക്ക് ഇവിടെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. മാക്സിമം വിലക്കുറവ് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ MKLന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് പൈസക്ക് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് MKLന്റെ ലൊക്കേഷൻ വെള്ളമ്പറാണ്. വെള്ളമ്പറത്ത് മലപ്പുറം ജസ്റ്റ് കയറുമ്പോൾ ഒരു അപ്പോൾ ഈ കാണുന്ന റോഡ് എന്ന പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതാണ് നേരെ നമുക്ക് ഇതാണ് പാലക്കാട് മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. മഞ്ചേരിയിൽ നിന്നാണ് ഏകദേശം 5-8 കിലോമീറ്റർ, മലപ്പുറത്ത് നിന്ന് അതേ കിലോമീറ്റർ, കൊണ്ടോട്ടി ഇന്നാണെങ്കിലും ഒരേ കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് വരുന്നവർ സുഖമായിട്ട് വരാം. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ ഇതാവണം ഫുൾ ഓണിലൊക്കെ കോമ്പസ്, ഇതാവണ ഓഫ് റോഡൊക്കെ ബെസ്റ്റ് പ്രൈസിന്, നെക്സോണൊക്കെ ഫുൾ ഓണിൽ, സ്ലാവിയ ഫുൾ ഓൺ ഒക്കെ ഉള്ള ഇഷ്ടം പോലെ കളക്ഷൻസ്. ലിവിയൊക്കെ നോക്കുന്നവർ വേറെ എവിടെയും പോകണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു പാർട്ട് പൈസ ഫസ്റ്റ് തന്നെ ഫോർച്യൂണർ ഇല്ല, അതൊരു കരിമ്പുലി ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് നമുക്ക് തുടങ്ങാം അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2015 വണ്ടി അല്ലേ? 2 വീലാണോ 4 വീലാണോ വരുന്നത്? 4 വീൽ ഓട്ടോമാറ്റിക്. അതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി. 4 വീലില് ഓട്ടോമാറ്റിക്കലി ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് നല്ല കിടില ഇന്റീരിയർ, അതും 4 വീലില് നമുക്ക് ഇതാണ് ഓട്ടോമാറ്റിക് വരുന്ന അടിപൊളി വണ്ടി. 15 മോഡൽ. എത്ര ഓട്ടം എങ്ങനെയായിരുന്നു? 1.15 ഓടിയിട്ട്. 1.15. ഇസ്റ്റൊക്കെ പക്കയല്ല വണ്ടി? ഓ അത്യാവശ്യം ടയർ ഇതാവണം. 4 ടയറിന് നമ്മൾ എത്ര രൂപ എടുക്കണം? അല്ല ഫുൾ കട്ട 4 ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു വയസ്സിൽ? തേർഡ് ഓണർ കേട്ടോ. തേർഡ് ഓണർ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 16.5. നമുക്ക് ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം നമുക്കൊരു 14-14.5 വരെ കിട്ടും. 14 അപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ളവർക്ക് നല്ലൊരു അടിപൊളി വാനായിട്ടാണ് പോകാം. ഞാൻ അതിന്റെ ഒരു വൈറ്റ് അതേ സെയിം ഇല്ല, കളർ ചേഞ്ച് മാത്രമാണ്. 15 മോഡൽ തന്നെ 4 വീലില് നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല. ഇതെങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ ഏകദേശം 1.25 1.40 അല്ലേ? അപ്പൊ നമുക്ക് റേറ്റ് പറഞ്ഞത് 15 തന്നെ. അതെ 15 അല്ല 16 പറഞ്ഞ അവിടെ 16. 1 ലക്ഷം രൂപ ഫസ്റ്റ് ഓണർ ആണ്. നമ്പർ ആയിട്ടില്ല, നമ്പർ ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ അയാളുടെ പേരിലാണ്, നമ്മുടെ പേരിലാണെങ്കിൽ സെക്കൻഡ് ആവും. അപ്പൊ നമുക്ക് അത് ഏകദേശം 16 രൂപ വരൂല നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. അപ്പൊ രണ്ടിനും നമുക്ക് ഒരേ റേറ്റ് തന്നെയാണ് പറഞ്ഞത്. 14-15 രൂപ ഉണ്ടെങ്കിൽ ഒരു 14 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ 2 ലക്ഷം വേണ്ടി വരൂല. 2-2.5 വരും. അപ്പൊ നമ്മൾ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 കിടിലം ഫോർച്യൂണർ നമുക്ക് ഉണ്ടാവും. രണ്ടും 4 വീല് ഓട്ടോമാറ്റിക് ആണ്. ഒന്നൊരു പക്ക ബ്ലാക്കിലെ ഒരു അടിപൊളി വണ്ടി, അതേപോലെ വൈറ്റ് വേണ്ടവർക്കാണ് വൈറ്റ്. രണ്ടും 4 വീലില് ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമുക്കൊരു വൈറ്റ്. ഇത് എങ്ങനെയായിരുന്നു? 2015 തന്നെയാണ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് 2 വീല് അല്ലേ? അപ്പൊ ഇനി 4 വീല് ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് ഇനി 2 വീൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതുകൊണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? അത് ഏകദേശം 1.13 ഓടിയിട്ടുണ്ട്. 1.13 ഓടിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് RC ഓണർ ആണ്. സെക്കൻഡ് RC ആണ്. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? ഇത് നമ്മൾ വിത്ത് NOCയിൽ ചോദിക്കുന്നത് 14 രൂപ. 14 വിത്ത് NOCയിൽ അല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക്. NOC റേറ്റ് ആണ് 14 രൂപ അല്ലേ? ഫ്ലൈറ്റില് ചെറിയ രീതി നമ്മൾ ചെയ്തു കൊടുക്കാം. വണ്ടി വരും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വണ്ടി ഇഷ്ടപ്പെട്ട നമുക്ക് മാക്സിമം ചെയ്യാം. ഇനി ഇവിടുന്ന് തവണ നമുക്ക് ഇനി ക്രിസ്റ്റന്റെ ഒരു നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ സിൽവറിൽ ന്യൂ ടൈപ്പ് ആണ്. നിലവിൽ കേൾട്ടൺ BKL നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017-18 രജിസ്ട്രേഷൻ വേണ്ടി. 17-18 രജിസ്ട്രേഷന്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1.20 പോയിട്ടുണ്ട്. 1.20 സെക്കൻഡ് RC ഓണർ അല്ലേ? ഓപ്ഷൻ ഏതായിരുന്നു? G4 മാനുവൽ. G4 മാനുവൽ. എത്ര പൈസയൊക്കെ ചോദിക്കുന്നത് നമ്മളിതിന്? അത് വില 14.4. 14.4 ഏകദേശം നമുക്ക് എത്ര രൂപയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു 2 രൂപ വേണം. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 2 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നിലവിൽ കേൾട്ടണില് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരു 2-2 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം. ഇതാണ് അതിന്റെ ഒരു വൈറ്റ്. ഇത് കേൾട്ടൺ BKL തന്നെയാണ് നമ്പർ കാര്യങ്ങളായിട്ടുള്ളത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 കേട്ടോ. 16 വണ്ടി അല്ലേ? ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ G4 ആണ്. 1.9 ഓടിയിട്ടുണ്ട്.
സെക്കൻഡ് ഓർഡർ ആണ് വരുന്നത്. ഓക്കെ, ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. കുറച്ച് നമ്മൾ വില കുറച്ച് കൊടുക്കും. ഇതൊക്കെ ഏകദേശം നമുക്കൊരു ഇതാണ് ഒരു 13.25 13.5 ഒക്കെ വില വരും. 13-13.25 വില വരും. അതെ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് 2 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് ചെയ്യാം. എല്ലാം ഇന്നോവകളൊക്കെ നമുക്ക് 2 രൂപ അല്ല, ഇന്നോവ ആകട്ടെ ഫോർച്യൂണർ ആകട്ടെ എല്ലാം നമുക്ക് ഏകദേശം 2 രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഇതിന്റെ ഒരു അടിപൊളി കളർ അല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. 58 നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് 2 വീലാണോ 4 വീലാണോ? അതില് പിന്നെ 2.8 അതോ 2.4? 2.8 ആണ്. 2.8 ഓട്ടോമാറ്റിക്കല് ഒറിജിനൽ കേരള വണ്ടി അല്ലേ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1.70 ഓടിക്കും അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? കിലോമീറ്റർ 1.40 ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. ഇത് നമ്മൾ വില ചോദിക്കുന്നത് 18.4 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അത് ഒരു 2-2.5 ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ലോഞ്ച് ചെയ്യട്ടോ. സോറി, ഇത് മാക്സിമം ലോഞ്ച് ചെയ്ത് ഒറിജിനൽ കേരള വണ്ടി മാക്സിമം ലോഞ്ച് ചെയ്യാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഉണ്ടാവും. ആ വണ്ടി ചെയ്യാം. ഒറിജിനൽ കേരള അല്ലേ, വില കുറവാണ്. ഓക്കെ, അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു സിലോ ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 ആണ്. 2018 വണ്ടി G4 ആണ്. G4. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1.5 പോയിട്ടുണ്ട്. 1.5. നിലവിൽ ഇപ്പൊ MH-ലാണ് വണ്ടി. എത്ര ചോദിക്കുന്നത് നമ്മള്? ഇത് നമ്പറാക്കി വരുമ്പോൾ 14 രൂപ വരും. 14 നമ്പറാക്കി വരുമ്പോ അല്ലേ. ഇനി അതല്ല, ഈ ഒരു കണ്ടീഷനാണെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഈ ഒരു കണ്ടീഷനാണ് ഞാൻ നമ്പറാക്കാനുള്ള ഏകദേശം ഒരു 1.80 കുറയില്ല. ഏകദേശം ഒരു 10-12 രൂപ ഉണ്ടെങ്കിൽ ആ റേഞ്ചിൽ വണ്ടി ഇറക്കാം അല്ല. അടുത്താണ് വീണ്ടും നമുക്കൊരു ബ്ലാക്കില്. ഇതാണ് ഏത് കളേഴ്സ് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഇനി ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? അത് 2017 ആണ് വണ്ടി. 17. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ അത് ഏകദേശം 1.60 1.70 കൂടി ഉണ്ട്. 1.50 കേട്ടോ. സോറി, 1.50. ഇത് കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ വരുന്നത്? ഫസ്റ്റ് ഓണർ ആണ്. റീ ആണ്. വിത്ത് നമ്പർ ആയിട്ടില്ല, വിത്ത് NOC-ലാണ് കിടക്കുന്നത്. നമ്പറാക്കി വരികയാണെങ്കിൽ ഏകദേശം ഇതും 14 രൂപ വരും. ബ്ലാക്ക് കളർ കേട്ടോ. അത് ഏറ്റവും അതും മുന്നൊക്കെ ഷേപ്പ് ഒക്കെ ഫ്രണ്ട് ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അടിപൊളി എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്ക് വണ്ടിയില്ല. അപ്പൊ നമ്പർ ആക്കിയിട്ട് 14 ഏകദേശം ട്രാക്ക് ഉണ്ടെങ്കിൽ 2 അതിലൊക്കെ നമ്മൾ വിലയിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട, മാക്സിമം നമുക്ക് വില കുറച്ച് കൊടുക്കും. അടുത്താണ് ഇനി ഇനോവ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 ആണ്. 2011 Type 4 ആണ് ഇപ്പൊ നിലവിൽ വരുന്നത്. കേൾട്ടണില് നമ്പർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ? 1.60 1.69 ഓടിക്കണം അല്ലേ. എത്ര ചോദിക്കണം നമ്മളിതിന്? ഇത് സെക്കൻഡ് ഓണർ ആണ്. ഇത് ചോദിക്കുന്ന വില ഏകദേശം നമുക്ക് ഒരു 5.75. അതിൽ നമ്മൾ കുറച്ച് കൊടുക്കും. ഓക്കെ, 5.75 Type 4 അല്ല. ഒരു കിഡ്ലം വണ്ടി 11 മോഡല് 5.75 അല്ലേ. നമുക്ക് ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം നമുക്ക് ചെയ്യാം. ഏകദേശം ഒരു 1.5 കണ്ട് ലോൺ ചെയ്യാൻ പറ്റൂല. നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഇന്നോവ. ഇതന്നെ ഒരു വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 തന്നെയാണ്. വൈറ്റ് കളറാണ്. G4 ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? സെക്കൻഡ് ഓണർ ആവുന്നുണ്ട്. അത് കിലോമീറ്റർ ഏകദേശം 1.50 1.60 കൂടി വണ്ടി വരുന്നത്. ഓക്കെ, എത്ര ചോദിക്കും നമ്മളതിന്? ഇത് നമ്മൾ അതേ വില വരുന്നത് ഏകദേശം ഒരു 1.5 അല്ല 5.5 വരുന്ന വണ്ടിയാണ്. 5.5-5.25. അതിലെന്തെങ്കിലും നമ്മൾ വലിയ രണ്ടിലും കുറച്ച് കൊടുക്കും കേട്ടോ. ഇതൊന്നും നമ്മൾ ചോദിക്കുന്ന പോലെ വില നോക്കണ്ട. പാർട്ടി വരുന്നതാണെങ്കിൽ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കുന്നുണ്ട്. 5 രൂപക്ക് 5 രൂപക്ക് കൊടുക്കാം. 5 രൂപക്ക് ഫൈനൽ ചോദിക്കുന്ന വണ്ടികളാണ്. വണ്ടി വന്ന് നമുക്ക് ഇഷ്ടപ്പെടാണ്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ലോണും ഒരു അതൊക്കെ ചെയ്യാം. അതൊക്കെ ഒരു 1.5 ലോൺ ചെയ്യാം. അടുത്ത തവണ വീണ്ടും നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗോൾഡ്, സിൽക്കി ഗോൾഡ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 B ആണ്. 2012 ഏറ്റവും ഫുള്ളോട്. അന്ന് ഏറ്റവും ടോപ്പിന്റെ ഇതായിരുന്നു. ഇപ്പൊ Type 4 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സ്കേർട്ടിങ് അതുപോലെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വണ്ടി. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, 9-inch ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? 1.20 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് RC ഓണർ ആണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ചോദിക്കുന്നത് 7.4 കേട്ടോ. 7.4 അത് V ആയതുകൊണ്ടാണ് 7.4. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അത് നമുക്ക് ഏകദേശം ഒരു 1.5 ലോൺ ചെയ്യാൻ പറ്റില്ല. പ്രീമിയം ലെവലില് ബഡ്ജറ്റിൽ കൊണ്ടാൻ പറ്റുന്ന പനോരമിക് സൺറൂഫ് കാര്യങ്ങൾ വളരെ റെയർ പീസ് ആയിട്ട് നമുക്ക് ഗൾഫിലൊക്കെ കാണാൻ പറ്റുന്ന നിസാന്റെ ടിയാന. നിലവില് ഗവൺമെന്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 രജിസ്ട്രേഷൻ ആണ്. 2011 വണ്ടി, ഫുള്ളോട് വണ്ടി അല്ലേ. ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല പക്ക പ്രീമിയം വണ്ടിയാണ്. നമുക്ക് നല്ല അടിപൊളി വാഹനം. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ടിയാന. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ആകെ 80 ഒക്കെ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി. എത്ര ചോദിക്കും നമ്മളിതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4.5 അല്ലേ? അത്രേ ഉള്ളൂ.
ചെറിയൊരു പൈസക്ക് നല്ലൊരു പ്രീമിയം ലെവലിൽ വണ്ടി വണ്ടിയില്ല. അതാണ് വീണ്ടും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെൻസ്, അതും ഇ ക്ലാസ് ബെൻസ് 250 ആണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം വരും. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2009-10 രജിസ്ട്രേഷനാണ് വരുന്നത്. 2009-10 രജിസ്ട്രേഷൻ. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എത്ര ചോദ്യങ്ങള് നമ്മളിതിന്? ഇത് നമ്മൾ ചോദിക്കാൻ നമ്പർ ആയിട്ടില്ല. ഇതിപ്പോ നമ്മളെ കയ്യിൽ അതിന്റെ NOC കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 5.5 രൂപ ചോദിക്കണം, അതിൽ താഴത്ത് കുറച്ച് കൊടുക്കും മാക്സിമം. അപ്പൊ 5.5 ലക്ഷം രൂപക്ക് നല്ലൊരു നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ ആക്കിയിട്ട് 5 ലക്ഷം രൂപക്ക്. ഇനിയിപ്പോ അതിലും താഴെ കുറച്ച് കൊടുക്കാം വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് 5.5 നമ്മൾ നമ്പർ ആയിട്ട് ചോദിക്കുന്നത്. ഇ ക്ലാസ് ഇത് നമുക്ക് വീണ്ടും മാക്സിമം നമ്മൾ കുറച്ച് തരാന്നുള്ളതാണല്ലോ. അതിന്റെ ഗിയർ വരുന്നത് അതിന്റെ എന്താണ് സ്റ്റാറിംഗിലാണ് വരുന്നത്. ഹാൻഡിൽ പാഡൽ ഷിഫ്റ്റിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല പ്രീമിയം ലെവൽ വണ്ടിയാണെങ്കിലും നമുക്ക് 5 ലക്ഷം രൂപക്ക് നമ്പർ ആയിട്ട് ചോദിക്കുന്ന പ്രൈസ് ആണ്. മാക്സിമം കുറച്ചും തരാം അല്ലേ? അതെ അതെ. അടുത്തവണ നമുക്കൊരു കിഡ്ലം ഒരു ക്രോസ് ഓവർ മോഡലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഫിയറ്റിന്റെ മോഡൽ. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 വണ്ടി കേട്ടോ. 2014 121 ഓടിയിട്ടുണ്ട്. ഏകദേശം സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നല്ല പ്രീമിയം ലെവലിൽ നമുക്ക് ഈ ഇത് ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം വരുന്ന സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. അതിന്റെ ഷേപ്പും ഒരു ക്രോസ് മോഡൽ വണ്ടി, സ്റ്റിയർ മോഡൽ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ. നല്ല മൈലേജ് ഉണ്ടാവില്ലേ? 18-20 മൈലേജ് ഉണ്ടാവും. 10-20 മുകളിൽ മൈലേജ് ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? അത് 280. അതിൽ കുറച്ച് കൊടുക്കാം. 280 ചോദിക്കും. ചോദ്യമാണ് ഒറിജിനൽ കേരള വണ്ടിയില്ല? അതെ അതെ. ഓക്കെ, നമുക്ക് ചെറിയൊരു പൈസ കൊണ്ടാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയില്ല. അതുകൊണ്ട് വീണ്ടും ഒരു നമുക്ക് ഇന്നോവ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 വണ്ടിയാണ്. 2013. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4 ആണ്. G4. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. 4th ഓണർ ആണ്. ഏകദേശം 7,000 രൂപ നമ്മളതിൽ താഴെ മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം കുറച്ച് കൊടുക്കും അല്ലേ? അതും ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. നമുക്ക് നിലവിൽ 7 ലക്ഷം രൂപ ചോദ്യം. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ ലോൺ ചെയ്യാൻ നമുക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. ഏകദേശം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. ദെൻ വീണ്ടും ഇന്നോവ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 ആണ്. V ഓപ്ഷൻ വരുന്നത്. അത് നമ്പർ ആയിട്ടില്ല. അത് നമ്മുടെ അടുത്ത് അതിന്റെ NOC കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പർ ആക്കി ആവുമ്പോൾ ഏകദേശം അതിന്റെ വില വരുന്നത് ഒരു 5.25 വരും. 5.25. 2010 ഫുൾ ലോഡ് വണ്ടിയില്ല. നമ്പർ ആയിട്ട് 5.25 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും ഒരു വൈറ്റില്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? വൈറ്റ് 2010 മോഡലാണ്. 2010 മോഡല്. ഇത് ടൈപ്പ് 4 കൺവേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. G4 നമ്മൾ ഇതിന് ചോദിക്കുന്നത്? G4 ആണ്. ഏകദേശം 5 രൂപ. 5 രൂപക്ക് നമ്പർ ആക്കിയിട്ടില്ല. നമ്പർ ആയിട്ടില്ല. നമ്പർ ആയിട്ടുണ്ട് 5 രൂപക്ക്. 2010 മോഡൽ ടൈപ്പ് 4 വെറും 5 ലക്ഷം രൂപക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. അടുത്ത വീണ്ടും ഒരു ബ്ലാക്ക് ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 ആണ്. 2015 വണ്ടി. G4 ആട്ടോ. G4 കേരള വണ്ടിയാണോ അതോ റീ വണ്ടിയാണോ? അല്ല, റീ ആണ്. 2015 മോഡലാണ്. സെക്കൻഡ് RC ഓണർ വണ്ടി വരുന്നത്. ഓക്കെ, എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 9.25 ചോദിക്കുന്നത്. അതിന് താഴേക്ക് കുറച്ച് കൊടുക്കും. 9.25 ചോദ്യം. ബ്ലാക്ക് കളറാണ്. അതിന് എത്ര നല്ല വണ്ടി ഞങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതേ സെയിം ആട്ടോ ഇനി വരുന്നത്. G4 ആണ്. 2015. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമ്മൾ 1.5 ലക്ഷം രൂപ എന്തായാലും നമ്മൾ പറ്റും. ഇനി കുറച്ചുകൂടി എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്കില് കേൾട്ടണില് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിഡ്ലം വണ്ടി. ഇതെങ്ങനെയായിരുന്നു വയസ്സിൽ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 വണ്ടിയാണ്. 2015 വണ്ടി തന്നെയാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ ഏകദേശം 1.5 രൂപ ഓടിക്കണം. 1.20 റേഞ്ചിൽ 1.60 പോയിട്ടുണ്ട്. G4 സെക്കൻഡ് RC ഓണർ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്നത് ഇത് 9.25 ചോദിക്കുന്നത്. സെയിം റേറ്റാണ് വരുന്നത്. പറഞ്ഞ എക്സ്ട്രാ ഒരുപാട് ഫിറ്റിംഗ്സ് വരുന്ന വണ്ടിയാണ്. ലൈറ്റ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ്. നമുക്ക് 1.5 അലോയില് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ ചോദിക്കണേ? 9.25 ചോദിക്കുന്നത്. അതിൽ നമ്മൾ എന്തേ ചെയ്യാം, ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പാട്ടിൽ കുറച്ച് ചെറുവണ്ടികൾ കൂടി നമുക്ക് വരുന്നുണ്ട്. കിഡ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 കിഡാണ്. 1000 cc വരുന്ന വണ്ടി. ഓക്കെ, നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെർഫോമൻസും ഉണ്ടാവും. നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. ഫസ്റ്റ് ഓണർ ആണ്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക്കോ? മാനുവൽ ആണ്. മാനുവൽ. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.25. ചെറിയ പൈസ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്തൂടെ? നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെറിയൊരു ബഡ്ജറ്റ് ഡീസൽ വണ്ടി. അത് ഡീസൽ സ്വിഫ്റ്റ് 2010 VDI. 2010 VDI AC പോസ്റ്ററിംഗ്, ഫോട്ടോ, പവർ വിൻഡോ, കേൾട്ടർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏകദേശം ഒരു 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നല്ല കിടുവാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും പൈസയിൽ? അത് ഇത് ഏകദേശം നമുക്ക് ഒരു 1.90 പറയുന്നത്. 1.90 ചെയ്യാം. നമ്മള് നല്ല വണ്ടിയാ. ആകെ 1.80 ഓടി. സെക്കൻഡ് RC ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും മേജർ ആയിട്ട് ഒന്നുമില്ല.
അടുത്ത തവണ നമുക്കൊരു നല്ലൊരു കിടിലൻ വണ്ടിയാണ് ടിയാഗോ അല്ല? അതെ, ടിയാഗോ 2018 മോഡല് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ അതോ പെട്രോൾ? ഡീസലാണ്. അത് എക്സം വരുന്നുണ്ട്. ആ വണ്ടി ഏകദേശം വില വരുന്നത് ഒരു 380 ആ ലെവൽ വരും. 380 ഡീസൽ വണ്ടിയാണ്. മൈലേജിന്റെ മരം എന്ന് പറയാം അല്ലെ? പക്ഷെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷന്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ ഏകദേശം പറഞ്ഞത് 50-60 രൂപ ഇതൊക്കെ മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം അല്ലെ? അടുത്ത ഒരു ഓൾട്ടോ 800 ഇതെങ്ങനെയായിരുന്നു? 2014 വണ്ടിയാണ് അത്. ഓക്കെ, 2014 വണ്ടിയാണ്. കിലോമീറ്റർ 113 ഓട്ടുണ്ട്. LX ആണ്, സെക്കൻഡ് RC ഓണർ. ഏകദേശം ഇതും 175 വില. 175. എത്ര ഉറുപ്പ്യ കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? അത് ഒരു 150 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ MKL ആയിരുന്നു. അപ്പോൾ ഇത് ബഡ്ജറ്റ് ആണ്, മിക്സ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ.